നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ വളരെ ഉയർച്ച വരുന്ന സമയമാണ് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഉയർന്ന പദവികളും സ്ഥാനമാനങ്ങളും രാജകീയമായ പദവിയോടുകൂടി ജീവിതത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇവർ എവിടെ നിന്നാലും ഇവർക്ക് ഉയർന്ന രീതിയിലുള്ള പദവികളും ജീവിത സാഹചര്യങ്ങളുമൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ചും ഇവർക്ക് തൊഴിൽപരമായിട്ട് വളരെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവിടെ ജീവിതത്തിലുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോകുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഉയർന്ന പദവികൾ അലങ്കരിക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉന്നത പദവികൾ വഹിക്കാനുള്ള അവസരം വന്നു ചേരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. തൊഴിൽ എന്നൊരു സ്വപ്നം, ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ജോലി ലഭിക്കാത്ത അവസ്ഥകളൊക്കെ പൊടുന്നനെ മാറുന്ന സമയമാണ്. ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നു. സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നം പോലും പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന അവസരം ഇവർക്ക് വന്നു ചേരുന്നു. പ്രത്യേകിച്ചും ഉന്നത പദവികൾ വഹിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിനും വരുമാന വർധനവ് വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ ഇത്യാദി കാര്യങ്ങളിൽ ഒക്കെ പെട്ട് ഉഴലുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരും. ഇവർക്ക് കടബാധ്യതയൊക്കെ തീർക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. രാജയോഗ സമാനമായിട്ടുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ഭഗവാന്റെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. ഭഗവാന്റെ ഇഷ്ട വഴിപാട് ജലധാര, പിൻവിളക്ക്, കൂളമാല, കൂളപുഷ്പാഞ്ജലി, ഈ വഴിപാടുകളൊക്കെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉണ്ടായിരുന്ന മാർഗതടസ്സങ്ങളൊക്കെ മാറും. കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ജീവിതത്തിൽ വാനോളം വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ അവശതകൾ, അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറും. ചികിത്സകൾ ഫലിക്കും. ശാരീരികമായി പൂർണ്ണ തോതിൽ പൂർണ്ണാരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ മുന്നേറുക തന്നെ ചെയ്യും. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസ നിവേദ്യം
കദളിപ്പഴ നിവേദ്യമൊക്കെ സമർപ്പിച്ച്, ഇഷ്ടവഴിപാടുകളൊക്കെ സമർപ്പിച്ച്, യഥാശക്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി പൂർണ്ണാരോഗ്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ലഭിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ രാജകീയ പദവിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങളും പരിഗണനയും പിന്തുണയും പ്രശസ്തിയും കീർത്തിയുമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇവർ ഏറ്റെടുക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇവർക്ക് പരിപൂർണമായ തൃപ്തിയും സമൂഹത്തിന്റെ അംഗീകാരമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണയും പ്രോത്സാഹനമൊക്കെ ഉണ്ടാകും. വലിയ തോതിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ശത്രു ദോഷങ്ങളൊക്കെ മാറുന്നു. ഇവർക്ക് സുഹൃത്തുക്കൾ വലിയ തോതിലുള്ള പിന്തുണയും പരിഗണനയും സ്നേഹവും ഒക്കെ നൽകുന്ന സമയമാണ്. ഇവരുടെ സഹായ സഹകരണങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ സൗഹൃദങ്ങൾ വഴി ലഭിക്കുന്ന സഹായ സഹകരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. സുഹൃത്തുക്കൾ കൈത്താങ്ങായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും ചെയ്യുന്ന സമയമാണ്. അവസരങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ലഭിക്കുന്നു. മികച്ച അവസരങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ കാണുന്നു. മികച്ച അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് മാനസിക പിന്തുണ ലഭിക്കുന്ന, മനസ്സമാധാനം ഉണ്ടാകുന്ന, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച വിജയം കാഴ്ചവെക്കുന്നതിനും പഠന സംബന്ധമായിട്ടൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വിഘ്നമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ വിഘ്നങ്ങളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെ വരുന്ന സമയമാണ്. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ കഷ്ടനഷ്ടങ്ങൾക്കും ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുമോ, ഉയർച്ചകൾ ഉണ്ടാകുമോ എന്ന് സംശയിച്ച് നിന്ന സമയത്താണ് ഇവിടെ നല്ല സമയം തെളിയാൻ പോകുന്നത്. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും മുന്നേറ്റങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരും. സന്താനങ്ങൾക്ക് അനുയോജ്യമായ വിവാഹബന്ധം വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന സമയം, ഈ ഒരു സമയം അനുകൂലമായി വരികയും വിവാഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെയും അനുഗ്രഹത്തിന് വേണ്ടി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുന്നേറ്റങ്ങൾ വലിയ തോതിൽ തന്നെ പ്രകടമാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സഹോദര ഗുണമുണ്ടാകും. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കടബാധകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിനും സാമ്പത്തിക ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാവുകയും കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുകയും കുടുംബത്തിൽ സന്തോഷപൂർണമായ സമാധാനപൂർണമായ അന്തരീക്ഷം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.